അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും പുതിയ വ്ലോഗായിട്ട് വന്നേക്കുവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഒരു ഹാമ്പറിലേക്കുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്നേക്കുന്നത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ഇത് തോപ്പുംപടിയിലുള്ള സ്റ്റുഡിയോ ആണ്. ഇവിടെ ആക്സസറീസ് ഒക്കെ ലോഞ്ച് ചെയ്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ വന്ന കളക്ഷൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹാമ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ അവൻ സെലക്ട് ചെയ്ത് തന്നു. ഇവിടെ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് ഇങ്ങനെ ആക്സസറീസ് ഒന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് പേഴ്സണലായിട്ട് ഞാൻ പർച്ചേസ് ഒന്നും ചെയ്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിന് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യാൻ അവനെടുത്ത ഗ്യാപ്പിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഓടി നടന്ന് കണ്ടു. ഞാൻ മെയിനായിട്ടും സ്റ്റുഡിയോയിൽ പോകുന്നത് തന്നെ നെയിൽ പോളിഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇവിടുത്തെ നെയിൽ പോളിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ ഈ കാണുന്ന 2 ഐറ്റംസ് സെലക്ട് ചെയ്തു. സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഇത് മാത്രം വാങ്ങിയുള്ളൂ, പക്ഷെ ഇനിയും നമുക്ക് ഐറ്റംസ് വാങ്ങാനുണ്ട്. അങ്ങനെ വേഗം ബില്ലൊക്കെ അടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് എൻ്റെ ആൻറ്റിയുടെ ഷോപ്പിലേക്കാട്ടോ. നമ്മുടെ ലിസ്റ്റിൽ കുറച്ചും കൂടി ആക്സസറീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് മെയിനായിട്ടും വാങ്ങിച്ചത് സ്ക്രഞ്ചീസ് ആയിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് സ്ക്രഞ്ചീസിൻ്റെ. അങ്ങനെ കുറച്ചധികം സ്ക്രഞ്ചീസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ അടുത്ത ഷോപ്പിലേക്ക് പോയി. ഇവിടെ മെയിനായിട്ടും ഞാൻ വന്നത് റിങ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ് ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഇത് നമ്മുടെ സ്മോൾ ബിസിനസ്സിൻ്റെ മെയിൻ മോഡലാണ്. ഇപ്പോൾ എൻ്റെ യൂട്യൂബിന് വേണ്ടി ഹാൻഡ് മോഡലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ആക്സസറീസിനോട് വലിയ ക്രേസൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ മോഡലൊന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരുണിനെയും ദേവുനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കും എന്തൊക്കെയോ പേഴ്സണൽ പർച്ചേസസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതും ഒക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു ഇതേപോലത്തെ കമ്മലൊക്കെ, പക്ഷേ വലുതായപ്പോഴത്തേക്കും ഞാൻ സ്റ്റഡിൽ ഭയങ്കര കംഫർട്ടബിളായി. ഇപ്പോൾ അത് വിടാറില്ല. ഗേൾസിന് ഷോപ്പ് ചെയ്യാൻ അത്യാവശ്യം ടൈം വേണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം നമ്മളവിടെ നിന്നിട്ട് ഫൈനലി ബില്ലൊക്കെ അടിച്ച് ഞാൻ ഇറങ്ങി. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഇനി വാങ്ങാനുള്ളത് കുറച്ചധികം ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്ക്രഞ്ചീസൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്ക്രഞ്ചീസൊക്കെ കാണുന്നത്. പിന്നെ ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലെയേർഡ് നെക്ക് ചെയിൻ ആയിരുന്നു. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇൻസ്റ്റമാർട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഫ്ലവർ. പിന്നെ ഈ കാണുന്ന ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. ഈ ഒരു ചോക്ലേറ്റ് ഇല്ലാതെ വാലന്റൈൻസ് ഡേ ഹാമ്പർ ഇല്ലല്ലോ. ഈ കാണുന്ന ഐറ്റംസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കിറ്റ്കാറ്റ്. എന്താണെന്നറിയില്ല, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഹാമ്പറിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹാമ്പറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിലേക്കൊരു 6x4 ഇഞ്ചസ് വരുന്ന ഫോട്ടോ ഫ്രെയിമും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് ഹാമ്പർ പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി ഈ കാണുന്ന ഐറ്റംസൊക്കെ ഹാമ്പറിൽ വെച്ച് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമുക്ക് നാളെ രാവിലെ തന്നെ ഇത് കൊറിയർ അയക്കണം. ഇതിൽ മീഡിയം സൈസ് എടുക്കണോ ബിഗ് സൈസ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ആദ്യം ഇത്തിരി സാധനങ്ങൾ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചോക്ലേറ്റ്സിൻ്റെ എണ്ണം കൂടി, സ്ക്രഞ്ചീസിൻ്റെ എണ്ണം കൂടി. അതുകൊണ്ട് തന്നെ കോംബോ ആയിട്ട് വരുന്ന ഹാമ്പറിൻ്റെ സെറ്റായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു റിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അനിയത്തിക്ക് ഇതാണ് ഇഷ്ടമായത്, സോ നമ്മൾ ഇതാണ് എടുത്തത്. ഞാൻ ആദ്യം ജസ്റ്റ് ഡെമോ ചെയ്ത് നോക്കിയിട്ടായിരുന്നു ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ ഫോട്ടോ ഫ്രെയിം റാപ്പ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യൽ. കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ബ്രെയിനിൻ്റെ ക്രിയേറ്റീവ് സൈഡ് നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം. ഞാൻ പല രീതിയിലൊക്കെ റാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഫ്രെയിം, പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ നോർമൽ റാപ്പിംഗ് തന്നെയാണ് കൊടുത്തത്. ഇത് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സെക്യൂർ ആക്കി അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഫ്രെയിമിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബബിൾ റാപ്പ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നല്ലപോലെ നമ്മുടെ ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്ത് നല്ലോണം സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഹാമ്പർ ബോക്സിൽ ഒട്ടിച്ച് വെക്കുകയാണ്. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, അതായത് പാക്കിങ് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇട്ട എല്ലാ എഫേർട്സും വെറുതെ ആയിരിക്കും. ആദ്യം തന്നെ ക്ലിംഗ് റാപ്പ് വെച്ച് നല്ല രീതിക്ക് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് ബബിൾ റാപ്പ് കൊണ്ടിട്ട് നല്ലോണം റാപ്പ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ അയച്ച പ്രൊഡക്റ്റ് റിട്ടേൺ വരുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണ് നല്ല രീതിക്ക് തന്നെ പാക്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെയിമും അഡ്രസ്സും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെക്ക് ചെയ്തത് ഈ റോസ് ആയിരുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായി. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഇന്നലെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ഐറ്റം കൊറിയർ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായി. ഇനി നേരെ വീട്ടിലേക്കാണ്. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാൻ കുറച്ച് പണികളുണ്ട്. ഈ ഒരു ഓർഡർ മൊത്തം കട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ മറ്റൊരു പരിപാടി. ഇതൊരു കോളേജ് ഫെയർവെല്ലിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വരും. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.